കൊല്ലം കോർപ്പറേഷൻ അധീനതയിലുള്ള മുണ്ടക്കൽ അമൃതകുളത്തിൽ മുഴുവൻ മീനുകളും ചത്തുപൊങ്ങി. സ്ഥലത്തെ അമൃതലയ കലാസംഘടനയുടെയും അമൃതകുളം റെസിഡൻസ് അസോസിയേഷന്റെയും അഭ്യർത്ഥന പ്രകാരം ഫിഷറീസ് വകുപ്പ് കോർപ്പറേഷനുമായി സഹകരിച്ചാണ് 6 വർഷം മുമ്പ് ഇവിടെ മീൻ വിത്ത് ഇട്ടത്. ആരോ വിഷം കലർത്തിയതായാണ് നാട്ടുകാരുടെ സംശയം. സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അമൃതകുളം സ്ഥലമാണ്. ഇവിടെ അമൃതലയ കലാസംഘടനയും അമൃതകുളം റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് കൊല്ലം കോർപ്പറേഷൻ റിക്വസ്റ്റ് എടുത്തതിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പാണ് ഇവിടെ മാസം തോറും ഇങ്ങനെ മീൻ വിത്തുകൾ കൊണ്ടിടുകയും ഇവിടെ നിരന്തരമായിട്ട് ചില ആൾക്കാരെ ചൂണ്ടയിട്ടൊക്കെ സാറിന് മീൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇന്നലെ ഉച്ച തൊട്ടാണ് ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ മീൻ ചത്തുപൊങ്ങാൻ നമ്മൾ കാണാനിടയാകുകയും അത് തീർച്ചയായിട്ടും ഈ കുളത്തിൽ ഒരു വിഷം കലർത്തിയതാണെന്ന് സംശയം. ഒരു വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടത്തോടെ ചവാൻ സാധ്യതയില്ല. ഇവിടെ തീർച്ചയായിട്ടും എല്ലാ ഒരു സാമൂഹിക വിരുദ്ധരുടെ ഒരു സ്ഥലം മാത്രമാണ്. ഞങ്ങൾ ഇവിടത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരും സന്ധ്യയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇവിടെ പല സ്ഥലത്തും നമ്മളതിൻ്റെ അപേക്ഷകൾ പരാതികളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ആ സാമൂഹിക വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടന്നതാണ് എന്നോട് ബലമായി സംശയം. അവിടെ വിത്തിട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതലയ കലാസംഘടനയും അമൃതകുളം റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് കൊല്ലം കോർപ്പറേഷൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷനാണ് ഫിഷറീസ് വകുപ്പിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മീനിൻ്റെ വിത്തുകളൊക്കെ കൊണ്ടിട്ടത്. എൻ്റെ 6 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ വിത്തൊക്കെ കൊണ്ടിട്ട് കണ്ടിന്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നതാണ്. പെട്ടെന്നാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുറച്ച് മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. ഇന്ന് രാവിലെ കുളത്തിലെ ചെറുമീനുകളും വലിയ മീനുകളും ഉൾപ്പെടെ ചത്തുപൊങ്ങിയത് കണ്ട നാട്ടുകാർ വാർഡ് കൗൺസിലറെ വിവരമറിയിക്കുകയായിരുന്നു. ആരെങ്കിലും വിഷം കലർത്തിയതാണെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് വാർഡ് കൗൺസിലർ ജയലക്ഷ്മി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ അമൃതകുളം ഭാഗത്ത് ഈ മീനുകളെല്ലാം ചത്തുപൊങ്ങി തുടങ്ങിയതാണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഈ മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെയാണ് ഇത്രയും മീനുകൾ ചത്തുപൊങ്ങിയത്. അപ്പൊ ഒന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും മീൻ പിടിക്കാൻ വന്നവരാരെങ്കിലും വിഷം കലക്കിയതാവാം. അപ്പോൾ ഇതിന് ചെയ്യുന്ന നടപടി ഇപ്പോൾ ഫിഷറീസ് വന്ന് വെള്ളം പരിശോധിക്കും ഉടനെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇതിന്റെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെയ്തിട്ടുള്ള ആരാണെങ്കിലും ഇതിനെതിരെ കർശനമായ ഒരു നടപടി എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും. വിവരമറിഞ്ഞതിനെ തുടർന്ന് കോർപ്പറേഷൻ ഫിഷറീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളത്തിന്റെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. മീനുകൾ മുഴുവനായും ചത്തുപൊങ്ങാനുള്ള കാരണം വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ.